ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻവെൻട്രി മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ടതാണ്. വെയർഹൗസ്, അതുപോലെ ലൊക്കേഷൻസ്, മൾട്ടിപ്പിൾ വെയർഹൗസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓപ്പറേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം. വെയർഹൗസായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ GRN, അതുപോലെ ഡെലിവറി, ഇൻറ്റേർണൽ ട്രാൻസ്ഫർ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഒരു വെയർഹൗസിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഈ കാര്യങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇൻവെൻട്രി ഓപ്പൺ ചെയ്യുക. കോൺഫിഗറേഷനിൽ സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് സ്റ്റോറേജ് ലൊക്കേഷൻസ്, മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇനേബിൾ ആയിരിക്കില്ല. അപ്പം ഇൻവെൻട്രിയുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ലൊക്കേഷൻസ് എന്ന് കാണാം. അത് ഇനേബിൾ ചെയ്യുക. വെയർ ഹൗസിൻ്റെ അണ്ടറിൽ സ്റ്റോറേജ് ലൊക്കേഷൻസ് എന്നിട്ട് സേവ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇനേബിൾ ആവും. അപ്പോൾ ആദ്യം ഞാൻ മൾട്ടിപ്പിൾ വെയർ ഹൗസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കോൺഫിഗറേഷനിൽ വെയർ ഹൗസസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഒരു വെയർ ഹൗസ് ഉണ്ട്, UAE കമ്പനി എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഇതിനെ വെയർ ഹൗസ് 1 എന്ന് പേര് കൊടുക്കാം. വെയർ ഹൗസ് 1, എൻ്റെ ഷോർട്ട് നെയിം WH1 എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓവർവ്യൂവിൽ, ഇൻവെൻട്രിയുടെ ഓവർവ്യൂവിൽ റെസിപ്റ്റ്, ഇൻറ്റേർണൽ ട്രാൻസ്ഫർ, ഡെലിവറി ഓർഡർ, POS ഓർഡർ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്പറേഷൻ ടൈപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് കോൺഫിഗറേഷനിൽ ഓപ്പറേഷൻ ടൈംസിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് റെസിപ്റ്റ്, വെയർ ഹൗസ് 1, സീക്വൻസ്, അതുപോലെ ആ രീതിയിൽ. ഇപ്പോൾ റെസിപ്റ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് കാണാം. ഇതെന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ്, അതുപോലെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ ഡീഫോൾട്ടായിട്ട് WH1/ സ്റ്റോക്കാണ്. ഇത് ലൊക്കേഷനാണ് ആക്ച്വലി. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ പാരൻ്റ് ആയിട്ടാണ് വെയർ ഹൗസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വെയർ ഹൗസസ് എടുത്തിട്ട് ന്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വെയർ ഹൗസ് 2 എന്ന് കൊടുക്കുകയാണ്. വെയർ ഹൗസ് 2 WH2. ഇപ്പോൾ 2 വെയർ ഹൗസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ കൂടെ ലൊക്കേഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കോൺഫിഗറേഷനിൽ ഞാൻ ലൊക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ലൊക്കേഷനും അവിടെ കാണാൻ പറ്റും. ഈ 2 ലൊക്കേഷനും ആ വെയർ ഹൗസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ WH1 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു വെയർ ഹൗസാണ് വരുന്നത്. ലൊക്കേഷൻ ടൈപ്പ് ഇൻറ്റേർണലാണ്. നമുക്ക് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ലൊക്കേഷൻ ടൈപ്പുകളൊക്കെ പല ടൈപ്പ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി എനിക്ക് ഈ വെയർ ഹൗസ് 1 ഉണ്ടല്ലോ, മെയിൻ വെയർ ഹൗസ്, അതിൽ എനിക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ലോക്ക് 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പാരൻ്റ് ലൊക്കേഷൻ ഞാൻ WH1 സെലക്ട് ചെയ്യണം. കാരണം എൻ്റെ പാരൻ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, WH1 ആണ്. WH1 പാരൻ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ലോക്ക് 1 ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ വെയർ ഹൗസ് 1 ഇപ്പോൾ 2 ലൊക്കേഷനായി. അപ്പോൾ ഞാൻ ലൊക്കേഷൻസ് എടുത്ത് കഴിഞ്ഞെങ്കിൽ ടോട്ടൽ 3 ലൊക്കേഷൻ കാണാം. WH1 ലോക്ക് 1, അതുപോലെ WH1 സ്റ്റോക്ക്, WH2. അപ്പം വെയർ ഹൗസ് 1 2 ലൊക്കേഷൻ വന്നു. ഇനി ഞാൻ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ ടൈപ്സ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ഡിഫൈൻ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അത് 2 റെസിപ്റ്റ് ഉണ്ട്, അതുപോലെ 2 ഇൻറ്റേർണൽ ട്രാൻസ്ഫർ, 2 ഡെലിവറി ഓർഡർ. ഓരോ വെയർ ഹൗസിനനുസരിച്ചിട്ടാണ് ഓപ്പറേഷൻ ടൈപ്പ് വരുന്നത്. ഞാനിപ്പം വെയർ ഹൗസസ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ലോഡായി വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ 3 കാണാൻ പറ്റും. ഈ ലൊക്കേഷൻസിൽ ഞാൻ ഇവിടെ ഗ്രൂപ്പ് ബൈയിൽ വെയർ ഹൗസസ് എടുത്തു കഴിഞ്ഞാൽ വെയർ ഹൗസ് ബൈ ഗ്രൂപ്പ് ചെയ്യും. ഇപ്പോൾ വെയർ ഹൗസ് 1 2 ലൊക്കേഷൻ, വെയർ ഹൗസ് 1 1 ലൊക്കേഷൻ. അപ്പോൾ എനിക്ക് ലൊക്കേഷൻ ടു ലൊക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. അതുപോലെ തന്നെ അത് ഇൻറ്റേർണലി ഒരു വെയർ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൻ്റെ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു വെയർ ഹൗസിൻ്റെ ലൊക്കേഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കിവിടെ ഇൻറ്റേർണൽ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കാം. ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് കൊടുക്കാം. WH1 ഇതാണ് സോഴ്സ് ലൊക്കേഷൻ. അപ്പോൾ എനിക്ക് ആ സെയിം വെയർ ഹൗസിൽ തന്നെ രണ്ടാമത്തെ ലൊക്കേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ WH1/ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് ട്രാൻസ്ഫർ ആവും. ഇനി അതിൽ എനിക്ക് അടുത്ത വെയർ ഹൗസിൻ്റെ ലൊക്കേഷനിലേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ WH2 സ്റ്റോക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും. നോർമലി ഉള്ള ബിസിനസ്സിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാരേജൊക്കെ ആണെങ്കിൽ സ്പെയർ പാർട്സൊക്കെ ഇപ്പോൾ ഒരു സ്റ്റോർ ഉണ്ടാവും. ആ സ്റ്റോറിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രാക്ക് ലൊക്കേഷനൊക്കെ ആയിരിക്കും അവർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ റാക്കിന് നമ്പറൊക്കെ ഇട്ടിട്ട് അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് ലൊക്കേഷൻസ് യൂസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനൊക്കെ നമുക്ക് ബാർകോഡ് അവൈലബിൾ ആണ്. മീൻസ് ഈ വെയർ ഹൗസ് നേരത്തെ കണ്ടല്ലോ. അപ്പോൾ വെയർ ഹൗസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ലൊക്കേഷൻസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ കണ്ടോ WH സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബാർകോഡ് ഉണ്ട്. ഇത് നമുക്ക് സ്റ്റോക്ക് ടേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അത് നമുക്ക് ബാർകോഡ് എന്ന ആപ്ലിക്കേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.